ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അത് മേയർ തന്നെ ആയിരിക്കെ, കൂടെയുള്ളത് ഒരു MLA തന്നെ ആയിരിക്കെ, നമ്മുടെ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യും. മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണ്, നമ്മളൊക്കെ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്, പലതരം മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ്. അങ്ങനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സിജുവിൻ്റെ ഒരു ബോധ്യത്തിൽ എന്താണ്? അതാണോ കേരളത്തിൽ നടന്നത്? അവിടെ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. ഇതിൻ്റെ വഴിമാറ്റം ചർച്ച ചെയ്യേണ്ടത് അവിടെ നിന്നാണ്. തീർച്ചയായും അങ്ങനെ ഒരു പരിശോധന മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇവിടെ നേരത്തെ NBC സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടത് വാർത്തയായി എന്ന് പറയുന്നത് അത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആയതുകൊണ്ടും ആ ആര്യ രാജേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നത് അവരുടെ ഭർത്താവ് കൂടിയ സച്ചിൻ ദേവ് MLA ആ സംഭവത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടുമാണ്. പിറ്റേന്ന് തൊട്ടുള്ള മാധ്യമങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ ഏകപക്ഷീയമായ ഒരു വാർത്ത കൊടുക്കൽ രീതിയാണ്. ഏകപക്ഷീയമായ രീതിയിൽ എന്താണ്? മേയർ ഭർത്താവായ MLA സച്ചിനും കൂടി ചേർന്ന് KSRTC ഡ്രൈവറെ വഴിയിൽ തടഞ്ഞു, റോഡ് തടഞ്ഞ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന തരത്തിലെ ആണ് വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തത്. അതാണ് ഏകപക്ഷീയം എന്ന് പറഞ്ഞത്. സാധാരണ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്തയിൽ രണ്ട് പക്ഷവും കൊടുക്കാറുണ്ട്. എന്താണ് സംഭവിച്ചത്? ഒരു പക്ഷവും പിടിച്ചുകൊണ്ട് ഒരു മാധ്യമം ഒരു സംഭവത്തെ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറില്ല. ഇവിടെ ഒരു നടന്നതൊരു സംഭവമാണ്. ആ സംഭവത്തെ മാധ്യമങ്ങൾ വിലയിരുത്തിയത് അങ്ങനെയാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മാധ്യമങ്ങൾ അനുവർത്തിച്ചു വരുന്ന രീതിയുണ്ട്. ഒരു വിഷയം, ഒരു തർക്കമുണ്ടായാൽ ആ തർക്കത്തിൽ ഒരു പക്ഷത്ത് നിൽക്കുന്നത് സ്വാഭാവികമായും ഇടതുപക്ഷത്ത് CPM-ലെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരാദ്യം പ്രതിഷ്ഠിക്കുന്നത് അയാളെ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ ആയിരിക്കും. അതുപോലെ ഒരു പ്രതിഷ്ഠിക്കൽ ഈ വാർത്തയിലും നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്.